ഹലോ, നമുക്കൊരു കടലക്കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മൾ തലേദിവസം കടല വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ അതെടുക്കുക. അതിലോട്ട് നന്നായി കഴുകിയിട്ട് അതിലോട്ട് സവാള പിന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാം ഇടാം. എന്നിട്ട് കുക്കർ ഗ്യാസിൽ വെക്കുക. എന്നിട്ട് അതൊന്നായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉടച്ച് നോക്കുക. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും. അതാണ് കടലയുടെ പരുവം. അങ്ങനെ ഇതിലോട്ട് കുറച്ച് സവാള ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനി നമുക്കിത് കറിയാക്കാം. അതിന് വേണ്ടി സവാള അരിഞ്ഞ് വെക്കുക. പിന്നെ പാൻ വെക്കുക. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ അതിലോട്ട് കുറച്ച് സവാള ഇടുക. എന്നിട്ട് നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പ് ഇടുക. അതിന് ശേഷം എന്നിട്ട് നന്നായി വഴറ്റുക. എന്നിട്ട് നന്നായി ഒന്ന് വാടി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നന്നായി ഇളക്കി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മുടെ ഗരം മസാല ഇടുക. അതാണ് ഇതിൻ്റെ മെയിൻ. എന്നിട്ട് നന്നായി ഇളക്കുക. നല്ലൊരു മസാലക്കറിയാണ് കേട്ടോ. എന്നിട്ട് ഈ കടല ഇതിലോട്ട് ഇടുക. കറി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ഇടാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. പുട്ടിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് എനിക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ പോരായ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളീൻ്റെ പൗഡർ ഇടാണ്. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡിയായി. ഇത് പുട്ടിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും എല്ലാം പറ്റും. ബായ്.